ഹലോ ഗൈസ്, കൃഷ്ണന്റെ രാധയെ രക്ഷിക്കാൻ അവസാനം ആ ദൈവദൂതൻ വന്നു. ഗൈസ് വന്നു. എൻട്രിക്ക് ഒരു മ്യൂസിക് കൊടുക്കട്ടെ നമുക്ക്. ഇനി ഒരു വഴിയില്ല എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിന് പടച്ചോൻ എന്നുള്ള രൂപത്തിൽ, അല്ലെ ഞാൻ വരയ്ക്കുന്ന കണ്ണൻ എന്നുള്ള രൂപത്തിൽ ഉറപ്പിച്ചു പറയണം, പടച്ചവനാണോ അതോ കണ്ണനാണോ, ആരെങ്കിലും ആവട്ടെ അല്ലേ, എന്റെ സൈഡ് സംസാരിക്കാൻ, അല്ലെ നീ എന്ത് തെറ്റാ ചെയ്തത് അതൊന്ന് എനിക്കറിയണമെന്ന് പറയാൻ ഒരാളെങ്കിലും എന്റെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട്. ആ ഇദ്ദേഹമാണ്. ആ ദൈവദൂതനെ പരിചയപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ കൃഷ്ണന്റെ രാധയുടെ ഒരു പത്രസമ്മേളനം നമുക്ക് കേൾക്കാം. അതിനകത്ത് എന്തൊക്കെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പം നമുക്ക് രാധയുടെ പത്രസമ്മേളനം കേട്ടതിന് ശേഷം ഒരാളാലെ റേപ്പ് ചെയ്യപ്പെട്ടതിന്റെ പേരിലാണ് ഞാൻ ആ കേസ് കൊടുത്തത്. അത് കൊടുക്കാൻ നേരം വൈകിയതിന്റെ ഒരൊറ്റ അടിസ്ഥാനത്തിന്റെ പേരിലാണ് കോടതി അവർക്ക് സപ്പോർട്ടായിട്ട് ആ ഒരു വിധി വന്നത്. ഞാൻ കൊടുക്കാൻ വൈകിയതിന്റെ കാരണം ഞാൻ പറഞ്ഞത്, എനിക്ക് ഈ വരച്ചതിന്റെ പേരിൽ സമൂഹത്തിന്റെ മുമ്പിൽ എന്നെ ഒറ്റപ്പെടുത്തി. എനിക്ക് കുടുംബമല്ല, എനിക്ക് എൻ്റെ വാപ്പയുടെ ഒരു സപ്പോർട്ട് അല്ലാതെ, കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ വാപ്പയുടെ ഫാമിലിയുടെ സപ്പോർട്ട് അല്ലാതെ വേറൊരാളുടെ സപ്പോർട്ട് എനിക്കില്ല. ഒരു സുഹൃത്തിൻ്റെ അടുത്ത് പറയാന്ന് വെച്ചാൽ, ഒരു സുഹൃത്ത് മുഖാന്തരാണ് ഒരു വ്യാജ ഡോക്ടർ ചമിഞ്ഞിട്ട് എൻ്റെ ഒരു കുഞ്ഞിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് പോയിട്ട് കിട്ടിയ ഒരു അവസ്ഥയാണ് എനിക്ക്. ഇതിലെന്തൊക്കെയോ ഒരു വൈവിധ്യമുണ്ട്, എവിടെയോ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നത് പോലെ ഒരു ഡൗട്ട് നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാകും. എനിക്കുണ്ട്, ഉണ്ടായിക്കൂടാതൊന്നുമില്ലല്ലോ. നിങ്ങൾക്കുണ്ടോ? ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ ബോസ്? ഞാൻ ഈ ഒരു പത്രസമ്മേളനത്തിൽ സശ്രദ്ധം ഈ ഒരു സ്ത്രീ പറയുന്ന കാര്യങ്ങൾ കേട്ടു നോക്കുമ്പോൾ എന്തൊക്കെയോ ഭയങ്കര സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ളത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇവിടെ ഈ ഒരു ഭാഗത്ത് പറയുന്നത് ഒരാൾ ഈ സ്ത്രീനെ ബലാത്സംഗം ചെയ്തു, അതായത് ഇങ്ങനെ കുറെ വൈകിട്ടാണ് അത്ര കേസ് കൊടുത്തത്, ഏതാണ്ട് ഒരു വർഷം മറ്റോ വൈകിട്ടാണ് കേസ് കൊടുത്തതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കൊടുക്കാനുള്ള കാരണം എന്താണ്? ഈ ചിത്രം വരക്കുന്നത് കാരണം സമൂഹം ഒറ്റപ്പെടുത്തിയത്രേ. എപ്പോഴാണ് ഒറ്റപ്പെടുത്തിയത്? ചിത്രം വരക്കുന്ന സമയത്ത് നല്ല സപ്പോർട്ടായിരുന്നല്ലോ. എവിടെ പോയാലും ഇന്റർവ്യൂ, ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ 100 കണക്കിന് ആൾക്കാർ വന്ന് സെൽഫി എടുക്കുന്നു. സുരേഷ് ഗോപി, മോദി എല്ലാവരും നല്ല സപ്പോർട്ടാണല്ലോ. അപ്പൊ ഇവിടെ പറഞ്ഞത് നുണയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം സമൂഹം സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ബലാത്സംഗം ചെയ്തത്, വൈകി കേസ് കൊടുത്തതെന്നാണ് പറയുന്നത്. അത് തമ്മിൽ പൊരുത്തപ്പെട്ട് പോകുന്നില്ല. നമ്മൾ എവിടെയും തന്നെ സമൂഹം ഒറ്റപ്പെടുത്തിയതായിട്ട് കണ്ടിട്ടില്ല. ഈ സ്ത്രീ നാട്ടുകാർക്ക് അതൊരു സത്യമാണ്. എന്നെ ഒരുപാട് നാട്ടുകാർ, ഈ സ്ത്രീ നാട്ടുകാർ ഇങ്ങനെ ഒരുപാട് മെസ്സേജ് അയക്കുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല, ഈ സ്ത്രീ നാട്ടുകാർക്ക് ഭയങ്കര ദേഷ്യമാണ് സ്ത്രീനെ. നമ്മൾ ഓരോ നാട്ടിൽ ജീവിക്കുന്നതാണ്, കുറൊക്കെ ദേഷ്യമുള്ളവരൊക്കെ ഉണ്ടാവും, ഇല്ലാന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഇത് 100% ആൾക്കാർക്ക് ദേഷ്യമാണെന്ന് പറഞ്ഞത് എന്തത്? തോക്കുസ്വാമി കേട്ടല്ലോ. നാട്ടിലും വീട്ടിലും കുടുംബത്തിലും മൊത്തം പേരുദോഷം കെട്ട ഒരു പെണ്ണാണെന്നാണ് പൊതുവെ പറയുന്നത്. ഫ്ലാഷ് ബാക്ക് ഭയങ്കര അടി വാങ്ങിയ ഫ്ലാഷ് ബാക്കാണ്. എന്തിൻ്റെ കൂടുതൽ പറയുന്നത്? സ്വന്തം മതത്തെ തന്നെ പുച്ഛിച്ച് ആക്ഷേപിച്ച് കളിയാക്കി ജീവിക്കുന്ന ഒരു പെണ്ണ്. ഞാൻ കൃഷ്ണൻ്റെ ആളാണ്, കൃഷ്ണനാണ് എനിക്ക് ചോറ് തരുന്നത്, എന്നാൽ ഞാൻ മുസ്ലിമാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തി തരുന്നത് ശ്രീകൃഷ്ണനാണ്, എന്നാൽ ഞാൻ മുസ്ലിമാണ്. ഈ ഉഡായിപ്പ് കൊണ്ടാണ് ഇതുവരെ പിടിച്ചു നിന്ന് ജീവിച്ചു പോയത്. അണ്ണാ, ഇനി അതിൽ കൂടുതൽ അണ്ണൻ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഇത് ഒന്നും കൂടി കേട്ടോളേ. എന്റെ കുഞ്ഞിന് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വരാൻ കാരണം എന്ന് വെച്ചാൽ, മദ്രസേന്ന് ഉസ്താദിന്റെ അടി ദിവസം അതിനെ വെറുതെ തല്ലുക ചെയ്യുന്നത്. എന്തിനാ തല്ലുന്നത് ആ കുഞ്ഞിന് അറിഞ്ഞൂടാ. എന്നിട്ട് ഇതിന് മദ്രസയിലും സ്കൂളും പോകാൻ ഭയം. എന്നിട്ട് സ്കൂളിൽ പോയിട്ട് കുട്ടികളോട് ആ മദ്രസയിലുള്ള ഉസ്താദിനോടുള്ളതൊക്കെ മറ്റു കുട്ടികളോട് കാണിക്കൽ തുടങ്ങിയപ്പോഴാണ് സ്കൂളിൽ എന്നോട് പറഞ്ഞത്, ഇങ്ങനെ കുട്ടിക്ക് എന്തോ പ്രശ്നം, നിങ്ങളൊന്ന് കൊണ്ടുപോയി നോക്കി എന്ന് പറഞ്ഞെടുത്തുനിന്ന്. തോക്കുസ്വാമി, ഈ ശ്രീകൃഷ്ണന്റെ രാധ ശ്രീകൃഷ്ണനെ വരയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10-12 കൊല്ലം ആകും കേട്ടാ. ഈ 10-12 കൊല്ലവും ഈ ശ്രീകൃഷ്ണന്റെ രാധന്റെ വായിൽ വരുന്ന വാക്കുകളാണ്: ഉസ്താദ് എൻ്റെ കുട്ടിനെ തല്ലി, എൻ്റെ കുട്ടിനെ പിച്ചി, എൻ്റെ കുട്ടിനെ മാന്തി എന്ന് പറയുന്ന വാക്കുകളല്ല. ഞാൻ ചോദിക്കുകയാണ്, ശ്രീകൃഷ്ണനാണ് അന്നം തരുന്നത്, ശ്രീകൃഷ്ണനാണ് എൻ്റെ കുടുംബം നോക്കുന്നത്, ശ്രീകൃഷ്ണനാണ് എൻ്റെ എല്ലാം എന്ന് പറയുന്ന ഈ കൃഷ്ണന്റെ രാധ എന്തിനാണ് ഏകമതമായ അള്ളാഹുവിൻ്റെ വിശ്വാസമുള്ള മദ്രസയിൽ കൊണ്ട് ചേർക്കുന്നത്? ശ്രീകൃഷ്ണന്റെ മതം പഠിപ്പിച്ചൂടെ എന്ന് എല്ലാവരും ചോദിക്കുന്ന ഒരു സ്വാഭാവികമായ ചോദ്യമാണ്. അതാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. അപ്പോൾ
ഈ 10 കൊല്ലം കൊണ്ടും ഈ ശ്രീകൃഷ്ണനെ വരയ്ക്കുന്ന ഈ ശ്രീകൃഷ്ണൻ്റെ രാധ ഇതൊരു പഴഞ്ചൊല്ല് പോലെ ഇങ്ങനെ പാടിക്ക് നടക്കും. അതായത് മുസ്ലിങ്ങൾ എന്നെ കൊല്ലാൻ വരുന്നേ, മുസ്ലിങ്ങൾ എന്നെ പിച്ച്, മുസ്ലിങ്ങൾ ഞാൻ ഇത്ര കാലം ജീവിച്ചിരിക്കുന്നു പറയാൻ പറ്റില്ല, എന്നെ ഏത് സമയം വേണമെങ്കിലും മുസ്ലിങ്ങൾ എന്നെ തട്ടും, എൻ്റെ ജീവിതം അപകടത്തിലാണ്, എൻ്റെ ജീവൻ അപകടത്തിലാണ് എന്നൊക്കെ ഇങ്ങനെ ഭജന പാടുന്ന പോലെ പാടുന്നതാണ് ഈ ശ്രീകൃഷ്ണൻ്റെ രാധയ്ക്ക് മെയിൻ ജോലി. പക്ഷേ ഈ 10-12 കൊല്ലവും ഒരു മുസ്ലിം പോലും ഈ ശ്രീകൃഷ്ണൻ്റെ രാധയുടെ മേലെ തൊട്ടിട്ടില്ല, ദ്രോഹിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ മുസ്ലിങ്ങൾ ഒന്ന് പറയാറുണ്ട്, അത് ഹിന്ദുക്കളും പറയാറുണ്ട്. ഏതാണ് ആ പറയുന്നതാണ്, നീൻ്റെ വിശ്വാസം ശ്രീകൃഷ്ണനാണെങ്കിൽ നീ ശ്രീകൃഷ്ണൻ്റെ മതം സ്വീകരിക്കണം. ഇവിടെ ഏകദൈവ വിശ്വാസമാണ് ഇസ്ലാം, ഇവിടെ ഏകദൈവ വിശ്വാസമേ പാടുള്ളൂ എന്ന് മുസ്ലിങ്ങൾ സ്വാഭാവികമായും പറയും. ഇത് തന്നെയാണ് ഹിന്ദുക്കളും പറയുന്നത്. നീ ശ്രീകൃഷ്ണ വിശ്വാസിയാണെങ്കിൽ നീ ഹിന്ദു മതം സ്വീകരിക്കണം. പക്ഷേ ഇതൊന്നും അവൾ ചെയ്യൂല. 2 മതത്തിലും കാല് കുത്തിക്കൊണ്ടുള്ള പരട്ട നാടകക്കളിയാണ് അണ്ണ. 10-12 കൊല്ലമായിട്ട് അണ്ണൻ നമ്പ് ഇല്ല അണ്ണ. അണ്ണൻ അടുത്ത മൊഴി കേട്ടിട്ട് ഞാൻ പറയാം. അത് ഞാൻ മെഡിക്കൽ കോളേജിന്റെ അടുത്ത് അവിടെ ഫസ്റ്റ് കാണിച്ച്, അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തരാണ് ഈ ഒരു വ്യാജ ഡോക്ടർ, അവൻ്റെ അന്ന് പേര് ഞങ്ങളെടുത്ത് പറഞ്ഞത് റോഷൻ എന്നാണ്, ഈ ഡോക്ടറെ ഞാൻ പരിചയപ്പെടുന്നത്. ട്രീറ്റ്മെന്റിന് കുട്ടീനെ കൂട്ടാണ്ട് വീട്ടിലോട്ട് വരണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവൻ്റെ വീട്ടിലോട്ട് പോകും. തോക്കുസാമി ഇതെല്ലാം നമ്പർ മാതിരിയാ ഇருக்கு. മെഡിക്കൽ കോളേജിൽ ഞാൻ കാണിച്ചു, അവിടെ വ്യാജ ഡോക്ടറാണ്, ഡോക്ടറിൻ്റെ പേര് അറിയില്ല, കുട്ടിക്കാണ് അസുഖം. പക്ഷെ ഡോക്ടർ വീട്ടിലേക്ക് വിളിച്ചിട്ട് പറയുന്നു, നീ കുട്ടിനെ കൊണ്ടുവരാതെ നീ എൻ്റെ വീട്ടിലേക്ക് വരണം, നീ ഒറ്റയ്ക്ക് തനിയെ വരണം എന്ന് ഡോക്ടർ പറയുന്നു. ഉടനെ വായിൽ വിരൽ വെച്ച് കടിക്കാൻ പോലും അറിയാത്ത 16 വയസ്സായ പെൺകുട്ടി പാവാടിയും ചാക്കിട്ടിട്ട് ഓടി ഡോക്ടറിൻ്റെ വീട്ടിലേക്ക്. ഡോക്ടറിനെ പീഡിപ്പിച്ചേ കാട്ടുകാരെ ഓടി വരണേ, ഡോക്ടറിനെ പീഡിപ്പിച്ചേ എന്ന്. ഇതെല്ലാം നമ്പുമാ അവ തോക്കമ്മയാണ്. ഞാൻ എന്താ പറഞ്ഞ വെച്ചാൽ, നിങ്ങൾ വേണമെങ്കിൽ ഇപ്പോൾ ഇവൾക്ക് സപ്പോർട്ടായിട്ട് നിന്നോളി, ഇവളെ വെള്ളപൂശി വിളിപ്പിച്ചോളേം, കുഴപ്പമില്ല. നാളെ നിങ്ങളെക്കാളും കുറച്ചും കൂടി സെറ്റപ്പുള്ള ഒരാൾ അപ്പുറത്ത് വന്നാൽ തോക്കുചാമിയാണ് എന്നെ പീഡിപ്പിച്ചേ എന്ന് പറയേണ്ട ഒരു അവസ്ഥ വരാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ പറഞ്ഞത്. എന്ത് ശരിയല്ലേ? വേട്ടയാടി തുടർന്ന് ഇങ്ങനെ ചെയ്തതും അവന്റെ കയ്യിൽ ആ വീഡിയോ ദൃശ്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ പുറത്തു വിട്ട് അതിൽ നിങ്ങളുടെ കൂടി ഉൾപ്പെടുന്നുണ്ട്, അത് എനിക്ക് നല്ലതിന് സമൂഹം അത് അറിയണം എന്ന് പറഞ്ഞത്. അപ്പം എനിക്ക് തെറ്റിപ്പോയി, എന്റെ മുഖം അതിൽ കാണൂല, നിന്റെ ശരീരഭാഗങ്ങളാണ് മറ്റുള്ളവർ കാണുക എന്ന് പറയുന്നത്. ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഒരു ശരീരഭാഗം മറ്റൊരാൾ കാണുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അപമാനം. പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? എന്റെ കുഞ്ഞുങ്ങൾക്ക് ആരുണ്ട് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇത്രയും വിഷയമുള്ളത് കൊണ്ടാണ്. എന്നിട്ട് ഞാൻ ലാസ്റ്റ് പരാതി കൊടുത്തപ്പം സിദ്ദീഖ്, ഇപ്പോഴത്തെ MLA ടി സിദ്ദീഖ് എന്ന് പറഞ്ഞ ആളാണ് ഇവർക്ക് എല്ലാ സഹായം ചെയ്തു കൊടുത്തത്. ഞാൻ കൊടുത്ത മൊഴി അത് കോടതിയിലെത്തിയില്ല. അങ്ങനെ പറഞ്ഞ് കോൺഗ്രസ് പാർട്ടിയുടെ MLA ആണ് തോന്നണോ സിദ്ദീഖിൻ്റെ മേലെ എത്തി വകുപ്പ്. ഇപ്പോൾ സിദ്ദീഖ് കുറ്റക്കാരനായി. ഇതാണ് ഞാൻ പറഞ്ഞതണ്ണ, ഇതിനെ പൂർണ്ണമായിട്ടൊന്നും വിരോധിക്കാൻ പാടില്ല. ഇത് പറയുന്നതിൽ പരമാവധി നുണയാണ്. ഒന്നിനും ഒരു കറക്റ്റില്ല. ഏത് കാര്യം പറയണ ഒരു കറക്റ്റില്ലാതെ പറയണത്, ഒന്നിനും ഒരു ടച്ചപ്പില്ല. അതാണ് പറഞ്ഞ അണ്ണ സാമി അണ്ണ, നാളെ നിങ്ങളുടെ സ്ഥാനത്ത് വേറൊരാൾ വന്നിട്ടാണ് ഹെൽപ്പ് ചെയ്യാൻ വന്നതെന്ന് വെച്ചാൽ നിങ്ങളെ ചിലപ്പോൾ തള്ളിപ്പറഞ്ഞ് പീഡിപ്പിച്ചു എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ ചാൻസ് ഉണ്ട് അണ്ണ. അതുകൊണ്ട് പറഞ്ഞു പോയതാണ് അണ്ണ, ഒന്നും വിചാരിക്കണ്ട അണ്ണ. ഇതാണ് ഇപ്പോൾ അവസ്ഥ. പിന്നെ ഇവളുടെ ഈ മുതലക്കണ്ണീർ എന്നൊക്കെ പറയണത് ഈ ചുമ്മാ അണ്ണ. ഇതിപ്പോൾ മുസ്ലിങ്ങളെ ആക്ഷേപിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഏത് പണ്ഡിതൻ ആക്ഷേപിച്ചത് കൊണ്ടോ ഒന്നും അല്ല ഈ മുതലക്കണ്ണീർ. ഇനി മുസ്ലിങ്ങൾ ഇവളെ എന്തെങ്കിലും വിമർശിച്ചാൽ അതിന് ഇവളുടെ വടവായി കൊണ്ട് പറയുന്ന വർത്തമാനം സന്തോഷത്തോടുകൂടി ഹാപ്പിയോടുകൂടി ചിരിച്ചുകൊണ്ട് മറുപടി കൊടുക്കാൻ ഇവൾക്ക് യാതൊരു മടിയില്ല. അതാണ് ഒന്ന് കണ്ടോളേണ്ണ. സത്യം മാത്രം പറയുന്ന ഒരു ഉസ്താദ് പറഞ്ഞൊരു സത്യം നിങ്ങൾക്കൂടിയും കേൾപ്പിച്ചു തരാം. ഇല്ല, ഈ പെൺകുട്ടി കല്യാണം കഴിച്ചത് പോലും അരുൺ എന്ന് പറയുന്ന ഒരു ഹിന്ദു യുവാവിനെയാണ്. ഇതിനു മുമ്പ് ഈ പെൺകുട്ടി മുന്നോട്ട് ഉസ്താദ് പറയുന്നത് അരുൺ എന്റെ ഭർത്താവാണെന്നാണ്. എന്റെ ഭർത്താവിന്റെ പേര് സലീം എന്നാണ്. അരുൺ എന്റെ കസിൻ ബ്രദർ ആണ്. അരുൺ എങ്ങനെ എനിക്ക് കസിൻ ബ്രദർ ആവുമെന്ന് ചോദിച്ചാൽ, അരുണിന്റെ ഫാദർ മുസ്ലിമും മദർ ഹിന്ദുവാണ്. അവന്റെ അമ്മയുടെ മതം ഇഷ്ടപ്പെട്ടു, അത് സ്വീകരിച്ചു. ഏതായാലും ഉസ്താദ് പുലിവാല് പിടിച്ചെന്ന് കൂട്ടിയാൽ മതി. അരുണ് നിയമ നടപടികളുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. നിങ്ങൾക്ക് വിമർശിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിമർശിച്ചാൽ പോരെ. പ്രതികരിക്കാൻ ഞാൻ വരാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? അതിന്റെ പേരിൽ 10 രൂപ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. കേട്ടില്ല സാമ്യണ്ണ, ഒരു പാവം പിടിച്ച ഉസ്താദ് ഇവളെക്കുറിച്ച് അറിയുന്ന കുറച്ച് സത്യങ്ങൾ പറഞ്ഞു. ഉടനെ തന്നെ ആ ഉസ്താദിൻ്റെ അണ്ണാക്കിലേക്ക് വയറിൽ തുരുകിക്കൊണ്ട് ഇവളുടെ വർത്തമാനം കേട്ടില്ലേ? ഉസ്താദിൻ്റെ അണ്ണാക്കിലേക്ക് കൊടുക്കുന്ന വർത്തമാനം ഇവളിപ്പോൾ പറഞ്ഞതേ മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് ഇവളുടെ വിഷയം ഇതെന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ, ഇവളെ മുസ്ലിങ്ങളെ വിമർശിക്കുന്നതോ മുസ്ലിങ്ങളെ കളിയാക്കുന്നതോ മുസ്ലിങ്ങൾ പരിഹസിക്കുന്നതോ ഒന്നുമല്ല ഇവളുടെ വിഷയം. എന്ത് ഹാപ്പി ആയിട്ടാണ് സന്തോഷത്തോടു കൂടിയാണ് ആ ഉസ്താദിനെ മറ്റൊരുത്ത മറുപടി ഇവൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവളെ സംബന്ധിച്ചാലും മുസ്ലിങ്ങളെ ഇവളെ ആക്ഷേപിക്കണം കളിയാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പെണ്ണാണിത്. ഇവളുടെ ഈ മുതലക്കണ്ണീരിന് കാരണം ആരറിയോ?
ഹിന്ദു തീവ്രവാദി സംഘടന അവർ ഇവളെ എതിർത്തത് കൊണ്ടാണ് ഇവളുടെ അടപടല മൂഞ്ചിയപ്പോഴാണ് ഇവളുടെ ഈ ഉണക്കമൂട്ടിലെ കണ്ണീരൊഴുകിയ കഥയുമായിട്ട് വന്ന് നിൽക്കണത്. ഇപ്പോൾ നന്നാം വഴിയില്ലാതായപ്പോഴാണ് ഈ പരട്ട ഇവളെ ഈ കാട്ടിക്കൂട്ടുന്നത്. വേണേ കേട്ട് നോക്ക്. ഗുരുവായൂർ കണ്ണന്റെ നടയിൽ നിന്നുകൊണ്ട് ഗുരുവായൂർ കണ്ണന്റെ ഓടക്കുഴൽ എന്ന ലേബലിൽ ഒരു പീപ്പ വിളിച്ചതൊക്കെ നമ്മൾക്കറിയാം. ഞാനൊരു ഭക്തനാണ്, ഞാനൊരു വിശ്വാസിയാണ്. അതുകൊണ്ട് തന്നെ ഗുരുവായൂർ കണ്ണന്റെ മുൻപിൽ നിന്നുകൊണ്ട് ഒരു കോമാളിത്തരം കാട്ടിയ ജസ്നയോട് എനിക്ക് സത്യത്തിൽ ഒരു കരുണയും ഇല്ല എന്ന് തന്നെ പറയേണ്ടതുണ്ട്. എന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ വ്യക്തിപരമായിട്ട് എനിക്ക് കൃത്യമായിട്ട് വിയോജിപ്പുണ്ട് ഇവരുടെ ഗുരുവായൂരിൽ ഇവർ കാണിച്ചു കൂട്ടുന്നതും. അതുപോലെ ഓവറായിട്ട് എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദിജിക്ക് പോലും ഇവർ ആ ചിത്രം കൊടുത്തു എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ മുതലാണ് നമ്മുടെ കൃഷ്ണൻ്റെ രാധയ്ക്ക് അടപടല മൂഞ്ചിപ്പോയത്. ഈ ബൈജുവിൻ്റെ ടീമുകളൊക്കെ കൂടി ഇവളെ എതിർത്തത് മുതലാണ് കൃഷ്ണൻ്റെ രാധ എപ്പോൾ നോക്കിയാലും ഈ കണ്ണീരൊഴുക്കിക്കൊണ്ട് വന്ന് ഈ അഭിനയം മുഴുവൻ അഭിനയിക്കുന്നത് ഇവിടെയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് കൃഷ്ണൻ്റെ രാധയുടെ പി 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 ഊതൊക്കെ മൂഞ്ചിയത്. അതിനുശേഷം കൃഷ്ണൻ്റെ രാധയ്ക്ക് കണ്ണീരേ ഉള്ളൂ. എന്നെങ്കിലും ഇവൾ മുസ്ലിങ്ങളെ എതിർത്തിട്ട് കരയണതായി നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ? എവിടെയും കാണില്ല. കാരണം മുസ്ലിങ്ങളെ എതിർക്കുന്നത് ഇവൾക്ക് സന്തോഷമാണ്. ഇപ്പം ഇവളുടെ ആൾക്കാർ തന്നെ ഇവളെ എതിർക്കുമ്പോഴാണ് കൃഷ്ണൻ്റെ രാധ ഓരോരോ ബഡായി കഥയുമായിട്ട് ഇങ്ങനെ വന്ന് കരയണത്. വീണ്ടും ആ ഒരു ചാൻസിന് വേണ്ടി മോങ്ങുക. വല്ല കൂലിപ്പണിക്കും പോയി ജീവിച്ചൂടെ? ഇതുപോലെ സംഖ്യയുടെ കോണവും താങ്ങി നിൽക്കണേക്കാട്ടും കയ്യും കാലൊക്കെ നല്ലതുപോലെ ഉണ്ടല്ലോ. ഭർത്താവ് ഉണ്ടെന്നൊക്കെ പറയണ്ടല്ലോ. ഇവെല്ലാം അധ്വാനിച്ച് ജീവിച്ചൂടെ? എന്തിനാ ഈ തീട്ടസംഖ്യയുടെ കാലും കൈയും പിടിച്ച് നിൽക്കുന്നത്? കയ്യിലോ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.